കേരളത്തിൻ്റെ മലയോര ജില്ലയായ ഇടുക്കിയിലെ കുളമാവ്. ചെറുതോണി, കുളമാവ്, ഇടുക്കി ഡാമുകളുടെ ജലമുപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പരിസ്ഥിതി ദുർബല പ്രദേശമായ ഇവിടെ 90% കൂടുതൽ ആൾക്കാരും കർഷകരാണ്. ഇവിടുത്തെ അയൽക്കൂട്ടാംഗങ്ങൾ പ്രധാന തൊഴിൽ മേഖലയായി കണ്ടെത്തിയിട്ടുള്ളത് കന്നുകാലി വളർത്തലാണ്. തനിമ നേച്ചർ ഫ്രഷ് എന്ന സംരംഭം കുടുംബശ്രീ സ്വയം സഹായ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജനപങ്കാളിത്തത്തോടൊപ്പം കാർഷിക മൃഗസംരക്ഷണ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ, വ്യക്തികൾ, ജനപ്രതിനിധികൾ, സംരംഭകർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനമാണ്. 20 കുടുംബങ്ങളുടെ കൂട്ടായ്മ തന്നെയാണ് ഈ നേച്ചർ ഫ്രഷ് പദ്ധതിയുടെ അടിസ്ഥാനവും. ഗ്രാമപഞ്ചായത്ത്, നഗരസഭ ജനപ്രതിനിധികൾ, വെറ്റിനറി ഡോക്ടർ, കുടുംബശ്രീ ഭാരവാഹികൾ, ഡയറി ഡെവലപ്മെന്റ് ഓഫീസർ, ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവരുമായി ചർച്ച ചെയ്ത് പാലിൻ്റെ വിപണി ഉറപ്പാക്കുന്നതിനും ധനസഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും പദ്ധതിയുടെ മോണിറ്ററിങ്ങിനെയും കുറിച്ച് വ്യക്തമായ ധാരണയിലെത്തുന്നു. പശു വളർത്തലിൽ താൽപ്പര്യമുള്ളവർക്കും പദ്ധതി ആവശ്യപ്പെടുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാൻ തയ്യാറുള്ളവരുമായിരിക്കണം സംരംഭകർ. സംശുദ്ധമായ പാൽ അതിൻ്റെ തനിമയോടെ ഉപഭോക്താക്കളിൽ എത്തിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തെ ഒരു സംരംഭമാക്കി മാറ്റി ഉൽപ്പാദകർ തന്നെ നേരിട്ട് വിപണിയിൽ ഇടപെടുന്ന പ്രാദേശിക പാലുൽപാദന വിപണനത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് നേച്ചർ ഫ്രഷ്. അയൽക്കൂട്ട കുടുംബങ്ങൾക്ക് പാലുൽപാദന വിപണനത്തിനായി കുടുംബശ്രീ ആവിഷ്കരിച്ച മാതൃകയുമാണ്. തനിമ നേച്ചർ ഫ്രഷ് പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക്. കുടുംബശ്രീ ജില്ലാ പഞ്ചായത്തുകളെ കൂടി ഞങ്ങൾക്ക് ധനസഹായം തരികയും ആ ധനസഹായ പ്രകാരം ഞങ്ങൾ സെൻട്രൽ ബാങ്കിൽ നിന്നും 4 ലക്ഷം രൂപ ലോണ് തരികയും ചെയ്തു. ഈ പ്രദേശത്തുള്ള 20 പേരെ സംഘടിപ്പിച്ച് സെൻട്രൽ ബാങ്കിൽ നിന്നും 5 പേർക്ക് 4 ലക്ഷം രൂപ ലോണ് തരികയും അതും പ്രകാരം ഞങ്ങൾക്ക് 2 പശുക്കളെയും ഒരു നല്ല തൊഴുത്തും ഉണ്ടാകുവാനായിട്ട് സാധിച്ചു. ഇതിനു മുമ്പ് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയായിരുന്നു പാല് എടുത്തോണ്ടിരുന്നത്. അന്ന് 23 രൂപ വരെയായിരുന്നു. ഞങ്ങൾ ഈ തനിമ നേച്ചർ ഫ്രഷ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പശുക്കളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് പാലിന്റെ വിപണി അവിടെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. അവർ പാൽ എടുക്കത്തില്ലായിരുന്നു. അതും പ്രകാരം ഞങ്ങള് മൂലമറ്റത്ത് കൊണ്ടുപോയി പാല് തനിമ നേച്ചർ ഫ്രഷ് എന്ന് പേരിടുകയും പാല് മൂലമറ്റത്ത് കൊണ്ടുപോയി 43 രൂപ 50 പൈസയ്ക്ക് കുപ്പിപ്പാല് കൊടുക്കുവാനും തുടങ്ങി. കാലിത്തൊഴുത്ത് നിർമ്മാണം, പശുക്കളെ തിരഞ്ഞെടുക്കൽ, അവയുടെ പരിപാലനം, കറവ രീതി, പാൽ സംഭരിച്ച് ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നിവയെല്ലാം പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് വിപണിയിൽ ഇടപെട്ട് ഉൽപ്പാദകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്താനും ഈ സംഘം ശ്രമിക്കുന്നുണ്ട്. ശുചിത്വത്തിനും ഗുണനിലവാരത്തിനും ഊന്നൽ നൽകി കറന്നെടുത്ത പാൽ അതേ തനിമയോടെ പശുവിൻ്റെ നമ്പറുള്ള സീൽ പതിച്ച് ചില്ല് കുപ്പികളിൽ 2 മണിക്കൂറിനുള്ളിൽ ആവശ്യക്കാർക്ക് നേരിട്ട് എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കുളമാവിൽ കറവ പശുക്കളെ വളർത്തുന്ന 20ഓളം വരുന്ന അയൽക്കാരായ അംഗങ്ങൾ ചേർന്ന് ഒരു ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് രൂപീകരിച്ചു. വായ്പ അനുവദിക്കൽ, തൊഴുത്ത് നിർമ്മാണം, കാലിത്തീറ്റ സംഭരണം, പുൽകൃഷി ചെയ്യൽ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, വിപണനം ഇവയിലെല്ലാം ഈ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടുന്നു. സംരംഭകത്വ വികസന പരിശീലനം കുടുംബശ്രീയുടെ പരിശീലന സ്ഥാപനങ്ങൾ നൽകുന്നു. വിദഗ്ധ പരിശീലനം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡും നൽകുന്നു. ഇവിടെ ഒരു വെറ്റിനറി സർജന്റെ ഉപദേശവും മേൽനോട്ടവും ഉണ്ടാകും. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുളമാവിലുള്ള കുടുംബശ്രീ അംഗങ്ങളാണ് ഈ നേച്ചർ ഫ്രഷ് മിൽക്ക് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ നേച്ചർ ഫ്രഷ് എന്ന് പറയുന്ന സംരംഭം തുടങ്ങുമ്പോഴത്തേന് അവിടുത്തെ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അവരെ സഹായിക്കാനുള്ളതും
അല്ലെങ്കിൽ അവരുടെ ഈ കാര്യങ്ങൾ, ശുചിത്വ കാര്യങ്ങൾ, അല്ലെങ്കിൽ പാല് വിപണനത്തിലെത്തിക്കുന്നത്, അല്ലെങ്കിൽ പാലിൻ്റെ പശുവിനെ വളർത്തുന്ന രീതി, അതിന് തീറ്റ കൊടുക്കുന്ന രീതി, മറ്റ് എല്ലാ കാര്യങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ അവർക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരാളാണ് വെറ്ററിനറി സർജൻ. അദ്ദേഹത്തിൻ്റെ ഒരു നിരന്തര മായിട്ടുള്ളൊരു സമ്പർക്കത്തിലൂടെ മാത്രമേ ഇത് ശരിയായ രീതിയിൽ നടത്താൻ കഴിയുള്ളൂ. വെറ്ററിനറി സർജൻ ആത്മയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവർക്ക് ട്രെയിനിങ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഇനത്തിൽ ട്രെയിനിങ് മണ്ണുത്തിയിൽ വെച്ച് നടത്തുകയുണ്ടായി. അതുകൂടാതെ ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തൊഴുത്ത് നിർമ്മാണത്തിലും, അല്ലെങ്കിൽ പശുക്കളുടെ എന്താ പറയുക അസുഖങ്ങളെ ചികിത്സ, ഇവരുടെ പാൽ വിൽപ്പന മുതലായ കാര്യങ്ങളിലെല്ലാം വെറ്ററിനറി സർജൻ്റെ സാന്നിധ്യം കൂടിയേ തീരും. പശുക്കളിലെ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉയർന്ന ഉത്പാദനക്ഷമത നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ കാലിത്തൊഴുത്ത് ആവശ്യമാണ്. തൊഴുത്ത് സൂര്യപ്രകാശമേറ്റ് ഉണങ്ങിക്കിടന്നാൽ മാത്രം അകിടുവീക്കമുണ്ടാകാനുള്ള സാധ്യത 80% കുറയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 തൂണുകളിലായി നിൽക്കുന്ന തൊഴുത്തിന്റെ ഭിത്തികൾ ഒഴിവാക്കിയിരിക്കുന്നു. നല്ലതുപോലെ വായുസഞ്ചാരവും യഥേഷ്ടം സൂര്യപ്രകാശവും ലഭിക്കുന്നു. പശു നിൽക്കുന്ന ഇടം പുറകോട്ട് 5.5 അടി കഴിഞ്ഞ് 1/2 അടി താഴ്ത്തി ചാണകം താൽക്കാലികമായി സംഭരിക്കുന്നതിനുള്ള സ്ഥലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. വശങ്ങളിലേക്ക് പശുക്കളുടെ നീക്കം പരിമിതപ്പെടുത്തുന്നതിന് സെപ്പറേറ്റർ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നു. തൊഴുത്തിന്റെ മുൻവശത്തായി 2 അടി വീതിയിൽ പുൽത്തൊട്ടിയും 1 അടി ഉയരമുള്ള ഭിത്തിയിൽ 1.5 അടി ഉയരമുള്ള പുൽത്തൊട്ടി തൂണുകൾ 9 ഇഞ്ച് അകലങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. ശരിയായ പാലുൽപാദനത്തിന് മുഴുവൻ സമയ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുവാൻ ഓട്ടോമാറ്റിക് വാട്ടറർ ഈ തൊഴുത്തുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പുൽത്തൊട്ടി തൂണുകളുടെ ഇടയിലായി സൗകര്യപ്രദമായി 2-3 സ്റ്റീൽ കോപ്പകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ കോപ്പകളെ പൈപ്പ് വഴി തൊഴുത്തിന്റെ വശത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഫ്ലഷ് ടാങ്കിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഫ്ലഷ് ടാങ്ക് കോപ്പയേക്കാൾ കുറച്ച് ഉയർന്നിരിക്കണം. കോപ്പയിൽ നിന്ന് പശു വെള്ളം കുടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി കോപ്പയിലേക്ക് വെള്ളം വരികയും ദിവസം മുഴുവൻ ശുദ്ധജലം പശുവിന് ലഭ്യമാകുകയും ചെയ്യുന്നു. തീരെ താഴ്ന്ന മേൽക്കൂര അനുവദനീയമല്ല. ഇടുക്കിയിലെ ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ GS മധുവിൻ്റെ വാക്കുകളിലേക്ക്. കാർഷിക അനുബന്ധ മേഖലകളിൽ വിവിധ വകുപ്പുകളും ഏജൻസികളും വഴി നിലവിൽ ഉള്ള പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള പിന്തുണ നൽകുകയാണ് പ്രധാനമായിട്ടും ആത്മയുടെ ലക്ഷ്യം. അപ്പോൾ മൃഗസംരക്ഷണ രംഗത്ത് പ്രത്യേകിച്ച് പശു വളർത്തലിലും പാലുൽപാദനത്തിലും ഉള്ള ചെറുകിട കർഷകർ, പ്രത്യേകിച്ച് വനിതകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലും ആ കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉൽപാദനക്ഷമത, ഗുണനിലവാരം, വിപണനം എന്നിവയിൽ ഇടപെടുന്നതിന് ആവശ്യമായ ഒരു ഫെസിലിറ്റേഷൻ നൽകുകയാണ് ഇടുക്കി ജില്ലാ ആത്മ ഈ നേച്ചർ ഫ്രഷ്, തനിമ നേച്ചർ ഫ്രഷ് യൂണിറ്റിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയിലെ ഡോക്ടറുടെയും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഇൻപുട്ട്, അതുപോലെ തന്നെ വിവിധ ഏജൻസികളുടെ മറ്റ് സഹായങ്ങൾ, ബാങ്ക് വഴി കിട്ടുന്ന വായ്പകൾ, ഇതെല്ലാം സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം ആണ് പ്രധാനമായിട്ടും ആത്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീറ്റ പ്രധാനമായി പച്ചപ്പുല്ലും വൈക്കോലുമാണ്. കൂടാതെ വൃക്ഷങ്ങളുടെ ഇലകൾ, വാഴത്തട, ചക്കമടൽ, തേയിലച്ചണ്ടി, കുളവാഴ തുടങ്ങിയവയും തീറ്റയായി നൽകുന്നു. പച്ചപ്പുല്ല് സമൃദ്ധമായി ഉണ്ടാകുന്ന അവസരത്തിൽ പുല്ല് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. പിണ്ണാക്ക്, തവിട്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഉണക്കമീൻ പൊടി, വിറ്റാമിനുകൾ എന്നിവയും പശുവിൻ്റെ തീറ്റയിൽ അത്യാവശ്യമായി ഉൾപ്പെടുത്തേണ്ടതാണ്.
കറവപാത്രങ്ങൾ ദ്രവരൂപത്തിലുള്ള ഡിറ്റർജന്റ് ഉപയോഗിച്ചും പിന്നീട് തിളച്ച വെള്ളം കൊണ്ടും കഴുകി വൃത്തിയാക്കണം. നേച്ചർ ഫ്രഷ് പാൽ ചില്ല് കുപ്പികളിൽ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. ഈ കുപ്പികൾ നാച്ചുറൽ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഒരു ബ്രഷിന്റെ സഹായത്തോടെ കഴുകുന്നു. അതിനുശേഷം ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി സൂക്ഷിക്കുന്നു. പശുവിനെ കറക്കുന്നയാൾ ആരോഗ്യമുള്ള ശുചിത്വം പാലിക്കുന്ന ആളായിരിക്കണം. നഖം നീട്ടി വളർത്തരുത്. മുടി ഒതുക്കി കെട്ടിയിരിക്കണം. കറവയ്ക്ക് മുമ്പും പിൻപും അണുനാശിനിയോ സോപ്പോ ഉപയോഗിച്ച് കൈകൾ കഴുകിയിരിക്കണം. കറക്കുന്നതിനിടയിൽ മൂക്ക് ചീറ്റുകയോ പുകവലിക്കുകയോ മുറുക്കുകയോ ചെയ്യരുത്. കറവയ്ക്ക് മുൻപ് പശുവിന്റെ അകിട് വെള്ളം കൊണ്ടും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലൈനി ഉപയോഗിച്ചും കഴുകണം. അതിനുശേഷം ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുക. ആദ്യം ഓരോ കാമ്പിൽ നിന്നും ഒരു പ്രാവശ്യം പാൽ പിഴിഞ്ഞു കളയുക. പിന്നീട് വൈറ്റേഡ് ബോക്സിലെ 4 അറകളിലേക്കും 4 കാമ്പിലെ ഓരോ പിഴിച്ചിൽ പാൽ ശേഖരിക്കുക. 4 അറകളിലേക്കും CMT റീഏജന്റ് ഒഴിച്ച് ചുറ്റിക്കുക. കാലിഫോർണിയ മാസ്റ്റിറ്റിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അകിട് വീക്കമുണ്ടെങ്കിൽ പാൽ കട്ടയാകുന്നു. അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വൃത്തിയാക്കിയ പാത്രത്തിലേക്ക് കറന്നെടുക്കുന്നു. പാൽ കറന്ന ഉടനെ വൃത്തിയുള്ള തുണിയോ അരിപ്പയോ കൊണ്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത പാൽ ഈ കുപ്പികളിൽ നിറയ്ക്കുന്നു. നിറച്ച കുപ്പി സീൽ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നു. ഈ സ്റ്റിക്കർ ഉപഭോക്താവിന് ഏതു പശുവിന്റെ പാലാണ് താൻ ഉപയോഗിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു.
തനിമ നേച്ചർ ഫ്രഷ് 20 കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. അവരുടെ എല്ലാ പശുവിനും കൂടി ദിവസം 300 ലിറ്റർ പാൽ ലഭിക്കുന്നു. ഇതിൽ 200 ലിറ്റർ നേച്ചർ ഫ്രഷായി മൂലമറ്റം ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നു. ലിറ്റർ ഒന്നിന് 43 രൂപ 50 പൈസയും ലഭിക്കുന്നു. ബാക്കിയുള്ള 100 ലിറ്റർ സൊസൈറ്റിക്ക് നൽകുന്നു. തനിമ നേച്ചർ ഫ്രഷിൻ്റെ കുളമാവിലുള്ള ശാഖയിൽ നിന്നുള്ള നമുക്കുള്ള പാല് കിട്ടുന്നത് ഈ സംഘത്തിലാണ്. ഏകദേശം 100 ലിറ്ററോളം അവർ ആദ്യം അളക്കുന്നുണ്ടായിരുന്നു. അതിപ്പം 50-25 ഇടയ്ക്ക് ആയിട്ടുണ്ട്. വിതരണത്തിന് പുലർച്ചെ 6 മണിക്ക് മുമ്പായി ആവശ്യമായ ക്രേറ്ററുകൾ തയ്യാറാക്കി വാഹനത്തിൽ കുളമാവിൽ നിന്നും മൂലമറ്റത്തെത്തിക്കുന്നു. മുൻകൂട്ടി ഓർഡർ തന്നിട്ടുള്ള എല്ലാവർക്കും നിശ്ചിത സമയത്തിനകം വിതരണം ചെയ്യുന്നു. നേച്ചർ ഫ്രഷ് പാൽ ലഭിച്ചാൽ ഉടൻ തന്നെ അത് തിളപ്പിച്ചു വെക്കണമെന്ന വിവരം ഉപഭോക്താക്കളെ അറിയിച്ചിട്ടുണ്ട്. മാസത്തിലൊരിക്കൽ അംഗീകൃത പരിശോധനാ ലാബിൽ ഈ പാലിന്റെ സാമ്പിൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നുമുണ്ട്. സൊസൈറ്റിയിൽ നിന്ന് ഇവിടെ ഓട്ടോറിക്ഷ പാൽ കൊണ്ടിരുന്നതിനേക്കാളും ഒക്കെ വളരെ നല്ല പാലാണ്. ഇവിടെ ഒരു പശുവിൻ്റെ പാല് തന്നെ ഒരേ കുപ്പിയിലാക്കി അവർ കൊണ്ടുത്തരുന്നുണ്ട്. രാവിലെ തന്നെ പാല് കൊണ്ടുത്തരും. തനിമ നേച്ചർ ഫ്രഷ് യൂണിറ്റ് കൊണ്ട് 20 കുടുംബം നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കി മാന്യമായി ജീവിക്കുന്നു. പശു വളർത്തൽ തീർത്തും നഷ്ടമായ ഒരു മേഖലയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ നേച്ചർ ഫ്രഷ് ക്ഷീരസാഗരം പദ്ധതി വന്നതിലൂടെ എനിക്ക് 3 കറവ പശുക്കളുണ്ട്. പ്രതിദിനം ഒരു 25 ലിറ്റർ പാല് കുപ്പിയിലാക്കി കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിലൂടെ നല്ല മെച്ചപ്പെട്ട ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് സാധിച്ചു. മാസം ഒരു 25,000 രൂപയോളം എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വീടുകളിൽ കൊടുക്കുന്ന പാലിന്റെ കണക്ക് ഞാൻ കൂട്ടുന്നില്ല. എങ്കിൽ പോലും നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു. കുളമാവിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ 10 കിലോമീറ്റർ വരെ വാഹനം ഉപയോഗിച്ച് സഞ്ചരിച്ച് രാവിലെ 7:30 മുമ്പ് വിതരണം പൂർത്തിയാക്കും. അതിനുശേഷം വീട്ടുജോലിക്കുള്ള സമയവും ലഭിക്കുന്നു. താൽപ്പര്യമുള്ള എല്ലാവർക്കും ഒറ്റയ്ക്കും കൂട്ടായും ചെയ്യാവുന്ന ഫലപ്രദമായ സംരംഭമാണ്. പ്രോജക്റ്റിൽ നിഷ്കർഷിക്കുന്ന പ്രകാരമുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് കൃത്യമായി പ്രവർത്തിക്കുകയും പാലിന്റെ ഗുണനിലവാരത്തിൽ വീഴ്ച വരാതെ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ സംരംഭം ഒരിക്കലും പരാജയപ്പെടില്ല. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2011-12 സംസ്ഥാന കർഷക അവാർഡ് പ്രഖ്യാപിച്ചു. ജാതി ഇല കൊഴിച്ചലിന് പ്രതിവിധി. സംസ്ഥാന കർഷക അവാർഡ് 2011-12 പ്രഖ്യാപിച്ചു. തൃശൂർ വടക്കേ കൊഞ്ചിറ പുഞ്ചക്കോൾ പാടശേഖര സമിതിക്കാണ് നെൽക്കതിർ അവാർഡ്. കൊല്ലം ജില്ലയിലെ കെ ബിനു കർഷകോത്തമ അവാർഡിന് അർഹനായി. ഹരിതമിത്ര അവാർഡിന് മാള പഞ്ചായത്തിലെ PR ജോസഫും ഉദ്യാനശ്രേഷ്ഠ അവാർഡിന് തിരുവനന്തപുരം ജില്ലയിലെ വിനോദ് കാർത്തികേയനും കൃഷി വിജ്ഞാൻ അവാർഡിന് മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ഡോക്ടർ TS രാജീവനും അർഹനായി. കർഷക ഭാരതി അവാർഡ് കണ്ണൂർ ജില്ലയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ PV മോഹനും ലഭിച്ചു. മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് മലപ്പുറം ജില്ല അബ്ദുൾ ജലീലിനും ഏറ്റവും നല്ല മൃഗസംരക്ഷണ മേഖലയിൽ വനിതാ സംരംഭകയ്ക്കുള്ള അവാർഡ് തിരുവനന്തപുരം ജില്ലയിലെ ജയശ്രീക്കും ലഭിച്ചു. അവാർഡുകൾ ഈ മാസം 16-ാം തീയതി കോട്ടയം നാഗമ്പടം മൈതാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. കാർഷിക മേഖലയിലെ മറ്റ് അവാർഡുകളും തദ്വസരത്തിൽ വിതരണം ചെയ്യും. സ്പൈസസ് ബോർഡും ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ഈ മാസം 21-ന് രാവിലെ 10 മണിക്ക് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിലുള്ള ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഉദ്യാനം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ, അവലംബിക്കേണ്ട കൃഷി രീതികൾ, സംയോജിത രോഗ കീട നിയന്ത്രണം എന്നീ വിഷയങ്ങളാണ് സെമിനാറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നാഗാർജുന ഔഷധമിത്രം അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഇടവിളയായോ തനിവിളയായോ കുറഞ്ഞത് 50 സെന്റ് സ്ഥലത്തെങ്കിലും ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്തിരിക്കണം.
ശാസ്ത്രീയമായ കൃഷിരീതി, ഔഷധ സസ്യങ്ങളുടെ ആരോഗ്യം, ഇനം എന്നിവ മാനദണ്ഡമാക്കിയാണ് അവാർഡ് നൽകുന്നത്. നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം ലഭിക്കാനായി സെപ്റ്റംബർ 15 മുമ്പായി ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. നാഗാർജുന കാർഷിക വിഭാഗം, കലയംതന്നി PO, തൊടുപുഴ. പൂരിപ്പിച്ച അപേക്ഷകൾ സെപ്റ്റംബർ 30 ലഭിച്ചിരിക്കണം. കൊല്ലം ജില്ലയിലെ കിളികൊല്ലൂർ കൃഷിഭവനിൽ മേൽത്തരം തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കുള്ളതായി കൃഷി ഓഫീസർ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0474 2 710 135. മധ്യ കേരളത്തിൽ ഈ വർഷം ജാതിയുടെ ഇലകൊഴിച്ചിൽ അതിരൂക്ഷമായിരിക്കുന്നു. മരുന്നുതളി നടത്തിയിട്ടില്ലാത്ത തോട്ടങ്ങളിലാണ് ഈ മഴക്കാലത്ത് അതിരൂക്ഷമായ ഇലകൊഴിച്ചിൽ രോഗം കണ്ടു തുടങ്ങിയത്. ഇലകളിൽ നടുഞ്ഞരമ്പിനോട് ചേർന്ന് വെള്ളം നനഞ്ഞ മാതിരിയുള്ള കടും തവിട്ട് നിറത്തിലുള്ള പാടുകൾ കാണുന്നതാണ് രോഗലക്ഷണം. ഈ പാടുകൾ പിന്നീട് ഇല മുഴുവനായി വ്യാപിച്ച് രോഗബാധ ഇലഞ്ഞെട്ടിലേക്കും ഇളം തണ്ടിലേക്കും പടരുന്നു. ഇലഞ്ഞെട്ടുകൾ അഴുകി പച്ചിലകൾ ധാരാളമായി കൊഴിയുകയും ചെയ്യുന്നു. ഇളം തണ്ടുകളിലും രോഗം ബാധിച്ച് അഴുകി ഉണങ്ങിപ്പോകുന്നു. പ്രായം കുറഞ്ഞ മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞ് കൊമ്പുകൾ ഉണങ്ങുകയും ചെയ്യുന്നു. കായ്കളുടെ പുറം തോടിലും ഞെട്ടിലും പാടുകൾ വ്യാപിച്ച് കായ്കൾ അഴുകി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ജാതിപത്രിയിലും കുരുവിലും രോഗബാധ ഉണ്ടാകും. രോഗം ബാധിച്ച കായ്കളുടെ ഉള്ളിലും പുറത്തും ചിലപ്പോൾ പൂപ്പൽ കാണാം. മഴക്കാലത്ത് കാണുന്ന ഈ രോഗത്തിന്റെ പ്രധാന കാരണം ഫൈറ്റോഫ്തോറ എന്ന കുമിളാണ്. കോളിറ്റോപ്രിക്കം എന്ന കുമിളിന്റെ ആക്രമണവും ചില തോട്ടങ്ങളിൽ കാണുന്നു. ഈ രോഗത്തെ നിയന്ത്രിക്കുവാനായി നിരവധി നിവാരണ മാർഗങ്ങൾ ചെയ്യണം. തോട്ടങ്ങളിൽ കൊഴിഞ്ഞു വീണ ഇലകളും അഴുകിയ കായ്കളും നീക്കം ചെയ്ത് നശിപ്പിക്കണം. തോട്ടങ്ങളിൽ നീർവാർച്ച സൗകര്യം ചെയ്യണം. 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ 2.5 ഗ്രാം എന്ന തോതിൽ കലക്കി ഒരു പശ ചേർത്ത് മരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വീഴത്തക്ക വിധം തളിക്കുക. മാത്രമല്ല, മണ്ണിൽ വസിക്കുന്ന ഒരു രോഗാണു ആയതിനാൽ മേൽപ്പറഞ്ഞ മിശ്രിതം മരത്തിന്റെ വലുപ്പമനുസരിച്ച് 5 മുതൽ 25 ലിറ്റർ ഒരു മരത്തിന് എന്ന തോതിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം. രോഗാണുവിന്റെ തോത് കുറയ്ക്കുവാനായി തടത്തിൽ ഇടയിൽ കുമ്മായം വിതറി കൊടുക്കണം. ട്രൈക്കോഡെർമ 50 ഗ്രാം 5 കിലോ വേപ്പിൻ പിണ്ണാക്കിൽ കലർത്തിയതോ അല്ലെങ്കിൽ ചാണകം വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയ ട്രൈക്കോഡെർമയോ രാസകുമിൾനാശിനി ഒഴിച്ച് 2 മുതൽ 5 ആഴ്ചയ്ക്കകം തടത്തിൽ ഇട്ടുകൊടുത്താൽ രോഗബാധ മൂലം ശോഷിച്ച മരങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാം. പൂവിടലും കായ്പിടുത്തവും വർദ്ധിക്കുന്നതിന് ഒക്ടോബർ മാസത്തിൽ സ്യൂഡോമോണസ് ഫ്ലൂറൻസ് ലായനി 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ തളിച്ചു കൊടുക്കുകയോ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ഡോക്ടർ സാലി കെ മാത്യുവിന്റെയും ഡോക്ടർ യാമിനി രാജിന്റേതുമാണ് ഈ നിർദ്ദേശങ്ങൾ. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 19,550 രൂപ, RSS 5 19,200 രൂപ, വെളിച്ചെണ്ണ 7,200 രൂപ, കൊപ്ര 5,200 രൂപ, കുരുമുളക് 41,100 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 5,600 രൂപ, തൊണ്ടില്ലാതെ 5,200 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി. കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് ക്വിന്റലിന് 41,100 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 39,100 രൂപ. കുരുമുളക് വിപണി. കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 38,500 രൂപ, വയനാടൻ കുരുമുളക് 39,000 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിന്റലിന് 5,000 രൂപ, തളിപ്പറമ്പ് 4,700 രൂപ, കാസർഗോഡ് 4,400 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂരിൽ 7,667 രൂപ, കോട്ടയത്ത് 7,450 രൂപ, ആലപ്പുഴയിൽ 7,050 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.8, 23.9. കൊച്ചി 31.6, 23.6. ആലപ്പുഴ 29.4, 23.7. പുനലൂർ 29, 23.4. തിരുവനന്തപുരം 31, 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടുകൂടി ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.